തിരുപ്പതി ദർശനം എന്ന മഹാപുണ്യത്തിന്റെ ആനന്ദം അനുഭവിച്ചു കഴിഞ്ഞ ഒരു സായാഹ്നമാണ് ഇത്. ഇന്ന് പ്രഭാതത്തിൽ തന്നെ തിരുമലയിൽ എത്താനായി. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1:30 മണിയായപ്പോഴേക്കും ക്യൂ നിൽക്കുകയും 4 മണിയോടുകൂടി ദർശനം ലഭിക്കുകയും ചെയ്ത് തിരുപ്പതി ബാലാജിയെ തെളിഞ്ഞു കാണാം. അതായത് തിരക്ക് കുറവായിരുന്നു സംശയം തോന്നുന്ന രീതിയിൽ തെളിഞ്ഞു കാണുന്ന, വ്യക്തമായി കാണുന്ന രീതിയിലുള്ള ദർശനം. ഞങ്ങൾ 45 പേരുള്ള സംഘത്തിലെ 45 പേർക്കും തെളിഞ്ഞു തന്നെ ബാലാജിയെ കാണാൻ പറ്റിയ വെങ്കടാചലപതി. വെങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ് എന്ന പാപങ്ങളെ സകലവിധ കടയോടുകൂടി അകറ്റിക്കളയുന്ന മൂർത്തിനാണ്. സകല പാപങ്ങളും കഴുകിക്കളയുന്ന എല്ലാ തരത്തിലുള്ള ആനന്ദവും ഉള്ളിൽ നിറയുന്ന ഒരു അവസരം തീർച്ചയായിട്ടും ആ ക്ഷേത്രഭൂമിയിൽ വെച്ച് കിട്ടേണ്ടായി. അവിടെ നിന്ന് പിന്നീട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാണിപ്പോ സ്വാമി പുഷ്കരണിക്ക് തീരെ. സ്വാമി പുഷ്കരണി ശരിക്കും ഇവിടെ എത്തിയാൽ, തിരുപ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും കാണുന്ന ഒരു ജലാശയമാണ്. തിരുപ്പതിയിലെ തിരക്കെല്ലാം കഴിഞ്ഞ് ദർശനം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരിക. ഈ സ്വാമി പുഷ്കരണിയിൽ ഭക്തരെല്ലാം എത്തുന്നത് സ്നാനാദി കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ പുഷ്കരണി പുണ്യമായി കരുതി ഏറ്റവും ആദ്യകാലത്ത് തിരുപ്പതിയിൽ ശ്രീനിവാസൻ ധ്യാനത്തിലിരുന്നപ്പോൾ, ഒരു പുളിമരച്ചുവട്ടിലാണ് ശ്രീനിവാസ പെരുമാൾ ധ്യാനത്തിലിരുന്നതെന്നാണ്. ആ പുളിമരച്ചുവട്ടിൽ ധ്യാനത്തിലിരിക്കുന്ന കാലത്ത് തന്നെ പുഷ്കരണി ആ പാദസേവ ചെയ്യാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം. അന്ന് ഇതൊരു മലയായിരുന്നു, തിരുമല. ആ തിരുമലയിൽ ശ്രീനിവാസൻ ഭഗവാൻ സ്വയം വന്ന് ധ്യാനത്തിലിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ധ്യാനത്തിന്റെ പുണ്യം ഇന്നും ഈ ഒരു തടാകം സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഇതിന്റെ തീരത്ത് നിൽക്കുമ്പോൾ മനോഹരമായ ഒരു കൂവളവൃക്ഷം, വലിപ്പമുള്ളൊരു കൂവളവൃക്ഷം, കൂവളമാണോ എന്ന് നമുക്ക് സംശയം തോന്നാം, ഒരു വൃക്ഷം. അതിന് താഴെയായിട്ട് വലിയൊരു പേരാലും വലിയൊരു അരയാലിന് സമാനമായിട്ടുള്ള വൃക്ഷം, വേരുകളോട് കൂടിയിട്ടുള്ള വൃക്ഷം കാണാം. ആ വൃക്ഷത്തിന് താഴെയായിട്ട് നിരവധി വിഗ്രഹ രൂപങ്ങളുണ്ട്. അതിൽ ഒരു പ്രത്യേകമായ ശ്രീകോവിൽ ഇരിക്കുന്നത് സ്വാമി അയ്യപ്പനാണ് എന്ന് കാണുമ്പോൾ ശരിക്കും കേരളക്കരയിൽ നിന്ന് വന്ന നമുക്ക്, അതും പ്രത്യേകിച്ച് മകരമാസത്തിൽ നമ്മള് ജനുവരി 14 വരാനിരിക്കുന്ന ആ കാലത്ത് നമ്മൾ ഇവിടെ എത്തി നമുക്ക് തീർച്ചയായിട്ടും ഒരു മനസ്സിനെ ഉണർത്തുന്ന കാഴ്ചയായിട്ട് അത് തോന്നും. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നമ്മളുടെ ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് നമുക്കറിയാലോ. അതും തികഞ്ഞ ഭക്തിയോടുകൂടി ശുദ്ധമായ വ്രതമെടുത്ത് ചെരുപ്പിടാതെ കറുത്ത വസ്ത്രം ധരിച്ച് അവിടേക്ക് എത്തുന്നവരാണ് അധികം പേര്. ഈ സ്വാമിമാരെല്ലാം, ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന സ്വാമിമാരെല്ലാം ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയാൽ നേരെ തിരുപ്പതിയിലെത്തി ഇവിടുത്തെ ഈ സ്വാമി പുഷ്കരണിയിൽ നീരാടി സ്നാനം ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് യഥാവിധി ഈ വൃക്ഷച്ചുവട്ടിൽ നിന്നുകൊണ്ട് സ്വാമി ഇവിടുത്തെ പൂജാരി പറയുന്ന മന്ത്രം ഏറ്റുചൊല്ലി മാല ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് വലം വെച്ച് ഒടുവിൽ അയ്യപ്പന്റെ ഈ ശ്രീകോവിലിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാല ഊഴി കഴിയുമ്പോഴാണ് അവരുടെ വ്രതം അവസാനിക്കുന്നതും അവരുടെ ശബരിമല ദർശനം പൂർത്തിയാകുന്നത്. ആ ഒരു കാഴ്ചയ്ക്ക് കൂടി ഇവിടെ വന്ന് സാക്ഷ്യം വഹിക്കാനായത് തിരുപ്പതി ബാലാജിയുടെ വെങ്കടാചലപതിയുടെ അനുഗ്രഹമാണ്. ഒപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ഇവിടെ തിരുപ്പതിയിൽ നിന്ന് കേൾക്കുവാനാകുന്നത് മഹാപുണ്യം. സ്വാമിയെ ശരണം അയ്യപ്പ ശരണാഗതരേ ഗുരുവര പൂജിതനേ ശരണം ശാന്ത സ്വരൂപ. തിരുപ്പതി ദർശനത്തിന് എത്തുന്ന ഏവരും തീർച്ചയായിട്ടും ദർശിച്ചിരിക്കേണ്ടുന്ന ഒരു സ്ഥാനമുണ്ട്. മുൻപ് കാലത്തെ വിധിപ്രകാരമാണ് എങ്കിൽ ആദ്യം വരാഹമൂർത്തിയെ ദർശിച്ചിട്ട് വേണം തിരുപ്പതി ബാലാജിയെ ദർശിക്കുവാൻ എന്നായിരുന്നു. എന്നാൽ ഇന്ന് തിരക്ക് വളരെയേറെ കൂടുതലാവുകയും അതിനനുസരിച്ച് ചില നിഷ്ഠകളും ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ബാലാജിയെ തൊഴുതു കഴിഞ്ഞാൽ മാത്രമാണ് ക്ഷേത്രത്തിനകത്തേക്ക് എത്താൻ പോലും ആകുന്നത്. അങ്ങനെ വരുമ്പോൾ വരാഹമൂർത്തിയെ നമ്മൾ പിന്നീടാണ്, അതായത് ബാലാജിയെ തൊഴുതു കഴിഞ്ഞിട്ടാണ് വരാഹമൂർത്തിയെ ദർശിക്കുന്നത്. ഇവിടെ ശ്വേതവരാഹമൂർത്തി എന്നുള്ള സാന്നിധ്യം, സങ്കല്പം വളരെ പ്രധാനപ്പെട്ടതാണ് തിരുപ്പതി. യഥാർത്ഥത്തിൽ തിരുപ്പതി മലയിൽ ആദ്യം സ്ഥാനമായത് വരാഹമൂർത്തിയാണ് എന്നുള്ളതാണ്. ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന വരാഹമൂർത്തി ഈ ഭൂമിയിൽ ആദ്യം സ്ഥാനം കൊണ്ട പ്രദേശമാണ് തിരുപ്പതിയിലെ ഈ തിരുമല. ഈ തിരുമലയിൽ ആദ്യം വരാഹമൂർത്തിയാണ് സാന്നിധ്യമായത്. വരാഹമൂർത്തിക്ക് ഇരിപ്പിടമാക്കുവാൻ വേണ്ടിയിട്ട് ഗരുഡൻ വൈകുണ്ഠത്തിൽ നിന്ന് കൊണ്ടുവന്ന കിരീടമാണ് പിന്നീട് തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിന്റെ വിമാനമായി മാറിയത് എന്നുള്ളതാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും ആദ്യം വരാഹമൂർത്തിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും വരാഹമൂർത്തി അത് കഴിഞ്ഞ് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബ്രഹ്മാവിന്റെ ആഗ്രഹപ്രകാരം വീണ്ടും വരാഹമൂർത്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നാരദർ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും വരാഹമൂർത്തി ശ്രീനിവാസനായി ഒരു പുളിമരച്ചുവട്ടിൽ വന്ന് ധ്യാനത്തിലിരിക്കുകയും ചെയ്തു എന്നതും ഒരു ഐതിഹ്യമാണ്. അതുകൊണ്ട് തന്നെ തിരുപ്പതിയിൽ ദർശനം നടത്തുന്നവർ ഈ വരാഹമൂർത്തിയെ കണ്ടു തൊഴുതു വന്ദിക്കണം എന്നുള്ളത് നിഷ്ഠയാണ്. തിരുപ്പതി യാത്രയിൽ ഇത്തവണത്തെ മഹാപുണ്യം ദർശനമെല്ലാം കഴിഞ്ഞ് സ്വാമി പുഷ്കരണിയെയും ദർശിച്ച് ശ്വേതവരാഹത്തെയും കണ്ട് ഒടുവിൽ പ്രദക്ഷിണ പാതയിലേക്ക് വരുമ്പോൾ ശ്രീനിവാസന്റെ എഴുന്നള്ളത്ത് കാണുവാനായി എന്നുള്ളതാണ്. ശ്രീനിവാസ പെരുമാൾ എഴുന്നള്ളി വരുന്ന ആ പല്ലക്കിന്മേലേറി സ്വർണ്ണ
വിഗ്രഹം എഴുന്നള്ളി വരുന്ന കാഴ്ച കാണുവാനാകുന്ന മഹാപുണ്യം കൂടി ഈ യാത്രയുടെ ഭാഗമായി ഉണ്ടായി എന്നത് എല്ലാം തീരുമാനിക്കുന്നത് വെങ്കടാചലപതി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാനാകും. ലക്ഷ്മിക്കൊപ്പം, ലക്ഷ്മി ദേവിക്കൊപ്പവും പത്മാവതിക്കൊപ്പവുമുള്ള ആ വരവ് കാണുവാൻ നമുക്ക് മഹാഭാഗ്യം ഉണ്ടായിരിക്കുന്നു. ആ സർവ്വവിധ അലങ്കാരങ്ങളും കണ്ടുകൊണ്ട് ആ മഹനീയമായ അലങ്കാരങ്ങളോടുകൂടിയുള്ള ഭഗവാന്റെ ആ വരവ് കാണുവാനുള്ള ചൈതന്യം, ആ ഭാഗ്യം നമുക്ക് ഇത്തവണത്തെ തിരുപ്പതി യാത്രയിൽ ലഭിച്ചിരിക്കുന്നു. ആനന്ദത്തിന്റെ അലകൾ ഉയർത്തുന്ന ഈ ശ്രീനിവാസ ദർശനം, സാക്ഷാൽ വെങ്കടാചലപതിയുടെ ദർശനം മനസ്സിനെ എന്നും ഉയർത്തി നിർത്തട്ടെ. ആ 7 മലകൾ പോലെ നമ്മിലെ സപ്തചക്രങ്ങളും ഒരുപോലെ തന്നെ ഉണർന്ന് ഊർജത്തെ അറിയട്ടെ. ഇവിടെ ഊഞ്ഞാൽ സേവയും അതുപോലെ തന്നെ വിശാലമായ പ്രദക്ഷിണവും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന അങ്കണത്തിൽ നമുക്ക് നിൽക്കാനാകുമ്പോൾ, ആ ഒരു രാജഗോപുരം കാണാനാകുമ്പോൾ ശരിക്കും ശ്രീനിവാസൻ തന്നെ തൊണ്ടമാൻ എന്ന രാജാവിനോട് ആവശ്യപ്പെട്ടു എന്നാണ്. ഭഗവാൻ ശ്രീനിവാസൻ തന്നെ തൊണ്ടമാൻ എന്ന രാജാവിനോട് ആവശ്യപ്പെട്ടത്, ഞാൻ ധ്യാനത്തിലിരുന്ന പുറ്റ് ഗർഭശ്രീകോവിലാകത്തക്ക രീതിയിൽ ഒരു ക്ഷേത്രം പണിയുക എന്നാണ്. അതിന് 3 ചുറ്റുകൾ ഉണ്ടാകണം, 2 ഗോപുരങ്ങൾ ഉണ്ടാകണം, ഒരു കൊടിമരം ഉണ്ടാകണമെന്ന്. അതിലെ ആ ഒരു ഗോപുരമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതൊക്കെ തന്നെ മഹാഭാഗ്യമാണ് എന്നറിഞ്ഞുകൊണ്ട് തിരുപ്പതി ശ്രീ വെങ്കടാചലപതിയുടെ അനുഗ്രഹ കാരുണ്യ വർഷം ഏവരിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ലോകം മുഴുവനും സുഖം നിറയുവാൻ കൂടിയുള്ളതാണ്. എല്ലാവരും ആരോഗ്യ സൗഖ്യത്തോടു കൂടി നിലകൊള്ളുവാൻ തിരുപ്പതി ബാലാജിയുടെ അനുഗ്രഹം കാരണമാകട്ടെ. Moksha, Journey to the Self.